ഇന്നത്തെ മുംബൈ രാജസ്ഥാൻ മത്സരം കഴിഞ്ഞപ്പോൾ പോയിന്റ് ടേബിൾ അടിമുടി മാറിയിരിക്കുകയാണ്. മുംബൈ ടീമിൻ്റെ കാര്യം തീരുമാനമായിരിക്കുകയാണ്. അതുപോലെ CSK ടീമിന് സന്തോഷ വാർത്തയാണ് പുറത്തു വന്നിരിക്കുന്നത്. അപ്പോൾ IPLലെ എല്ലാ ടീമിൻ്റെയും പ്ലേ ഓഫ് സാധ്യതയെക്കുറിച്ചാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കുന്നത്. ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ. നിലവിലിപ്പോൾ RCB, പഞ്ചാബ്, ഡൽഹി ഈ ടീമുകൾക്ക് ഇനി കയറി വരാൻ സാധ്യത കുറവാണ്. അവർ പുറത്തായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. അതുപോലെയാണ് ഇപ്പോൾ മുംബൈയുടെയും അവസ്ഥ. 8 മാച്ച് കളിച്ച് 6 പോയിന്റ് മാത്രമേ മുംബൈക്കുള്ളൂ. ഇനി അവർക്ക് ബാക്കി 6 മാച്ചുണ്ട്. ഇതിലെ 5 മാച്ചും ജയിച്ചാൽ മാത്രമേ മുംബൈക്ക് പ്ലേ ഓഫിലെത്താൻ സാധിക്കൂ. നിലവിലെ ഫോം അനുസരിച്ച് അതിന് സാധ്യത കുറവാണ്. അതുകൊണ്ട് മുംബൈ പുറത്തായി എന്ന് തന്നെ പറയേണ്ടിയിരിക്കുന്നു. ഒരു ടീമിന് പ്ലേ ഓഫിലെത്തണമെങ്കിൽ 16 പോയിന്റ് ആവശ്യമാണ്. നിലവിൽ 8 മാച്ചിലെ 7 എണ്ണത്തിൽ ജയിച്ച് 14 പോയിന്റ് രാജസ്ഥാനുണ്ട്. അവർക്കിനി ഒരു മാച്ച് ജയിച്ചാൽ പ്ലേ ഓഫിലെത്താം. അതുകൊണ്ട് രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി കൊൽക്കത്ത, SRH ഈ ടീമുകൾക്ക് 10 പോയിന്റ് ഉണ്ട്. അതുകൊണ്ട് ഇവരും 90% പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. ഇനി ബാക്കി ഒരു സ്ലോട്ടാണുള്ളത്. ഇതിലേക്ക് വേണ്ടി മത്സരിക്കുന്നത് CSK, ഗുജറാത്ത്, ലക്നൗ ആണ്. ഈ 3 ടീമിനും 8 പോയിന്റ് ഉണ്ട്. എന്നാൽ ഗുജറാത്ത് 8 മാച്ച് കളിച്ചിട്ടുണ്ട്. ചെന്നൈയും ഗുജറാത്തും 7 മാച്ച് മാത്രമേ കളിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് സാധ്യത കൂടുതൽ അവർക്കാണ്. ലക്നൗ അല്ലെങ്കിൽ CSK പ്ലേ ഓഫിലെത്തും. ചുരുക്കി പറഞ്ഞാൽ IPLന്റെ പ്ലേ ഓഫ് ചിത്രം വ്യക്തമായിരിക്കുകയാണ്. രാജസ്ഥാൻ, കൊൽക്കത്ത, SRH ഈ 3 ടീമുകൾ പുറത്താകാൻ സാധ്യതയില്ല. നാലാമത്തെ ഒരു ടീമായിട്ട് CSKയും കയറാൻ സാധ്യതയുണ്ട്. മുംബൈയും RCBയും ഇപ്രാവശ്യം പ്ലേ ഓഫ് കാണില്ലെന്നത് ഉറപ്പാണ്. അതുപോലത്തെ മോശം കളിയാണ് അവർ കാഴ്ചവെച്ചത്. എന്തായാലും IPL അതിന്റെ അവസാന ഘട്ടത്തിലാണ്. ആരൊക്കെ കയറുമെന്നത് നോക്കി തന്നെ കാണേണ്ടി വരും. എന്തായാലും രാജസ്ഥാൻ പ്ലേ ഓഫ് ഉറപ്പിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇതുപോലത്തെ IPL ന്യൂസിന് വേണ്ടി ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യൂ.